എല്ലാവർക്കും നമസ്കാരം. ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് ഞാനിന്നൊരു വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ നവാബിയാണ് ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ തന്നെയാണോ റെസിപ്പി എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ എവിടുന്നോ കിട്ടിയ റെസിപ്പിയാണ്. നമുക്കിന്ന് അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കും. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ ഏകദേശം 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. 1.5 ടീസ്പൂൺ കുറച്ച് ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം. ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പക്ഷേ നമ്മൾ സാധാരണ ജീരകം അങ്ങനെ അധികം ചിക്കനൊന്നും ചേർക്കില്ലല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഒരു 1/2 കപ്പോളം തൈരാണ്. നല്ല അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളി ഉണ്ടായാലും സാരില്ല കേട്ടോ. ഒരു 1/2 കപ്പോളം ചേർക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അടച്ച് വെച്ചിട്ട് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങണ്ടു. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ കറിയിലേക്ക് പച്ച സവാള അങ്ങനെ ചേർക്കുന്നില്ല. ഈ സവാള ഒരു 2 വലിയ സവാള എടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇടുക. എന്നിട്ട് നമുക്കത് നല്ല ബ്രൗൺ കളറാവണം, അതുവരെ ഫ്രൈ ചെയ്ത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം ഫ്രൈ ആവും. ഉള്ളി അതാ ഏകദേശം ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഇതിന് കുറച്ച് സമയം എടുക്കും ഒന്നൊരു ബ്രൗൺ ആവണമെങ്കിൽ. നല്ല ബ്രൗൺ കളറായി നമുക്കിത് കോരി മാറ്റാം. ഉള്ളി നല്ല ബ്രൗൺ കളറാക്കിയിട്ടെടുത്തു. കരിയാൻ പാടില്ല കേട്ടോ, ബ്രൗൺ ആക്കി എടുത്തു. ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇതൊക്കെയാണ്. 2 കറുത്ത ഏലക്കായ, പച്ച ഏലക്കായ ഒരു 4 എങ്കിലും, പിന്നെ ജാതിപത്രി, കുരുമുളക്, ബേ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പു. ചൂടായ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുക. നെയ്യിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒക്കെ ഫ്രൈ ആയി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കും. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചു. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചു. ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായി. ഇതിലേക്ക് ഏറ്റവും ഒടുവിലിടേണ്ട കസ്തൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. കസ്തൂരി മേത്തി ഇട്ടു, കത്തി ഓഫ് ചെയ്തു. കറി റെഡിയായി. നല്ല ടേസ്റ്റി കറി റെഡിയായി. ഈ കറിക്ക് ഒരു കളറ് കൊടുക്കുന്നത് ആ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ ലഞ്ച് ജീര റൈസാണ്. ജീര റൈസും ഈ കറിയും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തു.